ഹായ് ഓൾ, CUT PG 2025 ആപ്ലിക്കേഷൻ ഓപ്പൺ ആയത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. CUT ആപ്ലിക്കേഷൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡീറ്റെയിൽഡ് പ്രൊസീജിയറുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ആപ്ലിക്കേഷൻ സമയത്ത് വരുന്ന കോമൺ മിസ്റ്റേക്സും കൺഫ്യൂഷൻസും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. CUT PG ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം NTA ഒഫീഷ്യൽ സൈറ്റിലേക്കാണ് ലോഗിൻ ചെയ്യേണ്ടത്. ഒഫീഷ്യൽ അഡ്രസ്സ് വരുന്നത് ഇങ്ങനെയാണ്: exams.nta.ac.in/CUTPG/ എന്നാണ്. NTA ഒഫീഷ്യൽ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. അവിടെ ലേറ്റസ്റ്റ് ന്യൂസിൽ വെൽക്കം ടു CUT PG 2025 പോർട്ടൽ എന്നുണ്ടാവും. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർഫേസ് ഇങ്ങനെയായിട്ട് മാറും. ഇവിടെ നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, സെക്യൂരിറ്റി പിൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ഇവിടെ ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ഹിയർ എന്നുള്ള ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് 3 സ്റ്റെപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ അപ്ലൈ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് ഫിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമാണ്. തേർഡ് സ്റ്റെപ്പാണ് ഫീ പേയ്മെൻറ്റ് വരുന്നത്. സോ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അതിനാണ് ഇവിടെ ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ഹിയർ എന്നുള്ള ഓപ്ഷൻ തന്നിരിക്കുന്നത്. അവിടെ ആദ്യം ക്ലിക്ക് ചെയ്യണം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇൻ്റർഫേസ് ഇങ്ങനെയായിട്ട് മാറും. ഇവിടെ ഡൗൺലോഡ് ഇൻഫോർമേഷൻ ബുള്ളറ്റിൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു PDF ജനറേറ്റ് ചെയ്ത് വരും. ഇവിടെ നമ്മളുടെ CUT PG റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഈ PDFലുണ്ട്. നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, ഫീ സ്ട്രക്ചർ, അതുപോലെ നമുക്ക് അഡീഷണൽ ആയിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സിൻ്റെ ഫോമാറ്റ് എല്ലാം ഈ PDFൽ ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നതിന് മുന്നേ ഈ PDF തറവായിട്ട് നോക്കിയിട്ട് വേണം ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഈ വിൻഡോയിൽ അടുത്തായിട്ട് പറയുന്നത് എക്സാമിൻ്റെ ഫീയെ കുറിച്ചാണ്. അതിൽ ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചും എക്സാം ഫീ മാറുന്നുണ്ട്. സോ ഇതും കൂടി നോട്ട് ചെയ്ത് വെക്കണം. ഈ ഒരു വിൻഡോയിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ആദ്യം വരുന്നത് നിങ്ങളുടെ റീസെൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫാണ്. പിന്നെ വരുന്നത് നിങ്ങളുടെ സിഗ്നേച്ചറാണ്. അതുകൂടാതെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ് കാറ്റഗറി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങൾ ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, കൂടാതെ നിങ്ങൾ ഫൈനൽ ഇയർ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ റിസൾട്ട് അവൈറ്റിംഗ് സർട്ടിഫിക്കറ്റ് എന്നുള്ള സർട്ടിഫിക്കറ്റും കൂടി അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റ്സിൻ്റെയൊക്കെ സ്പെസിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഫയലിൻ്റെ സൈസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഈ ഫയൽ സൈസിൻ്റെ ഉള്ളിലുള്ള ഡോക്യുമെൻറ്റ്സ് മാത്രമേ നമുക്ക് സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നാൽ നമ്മുടെ എക്സാം ഫീ എങ്ങനെ പേ ചെയ്യാമെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ക്രൈറ്റീരിയാസ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ചെക്ക് ബോക്സ് കാണാം. എന്നിട്ട് നമുക്ക് ക്ലിക്ക് ടു പ്രൊസീഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ ആദ്യം ഈ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്ലിക്ക് ടു പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള ID കാർഡിൻ്റെ നമ്പർ വെച്ചിട്ട് മാത്രമേ നമുക്ക് ആപ്ലിക്കേഷന് ഫർദറായിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ തന്നെ നമ്മുടെ ആധാർ കാർഡ് നമ്പർ യൂസ് ചെയ്യാം, പാൻ കാർഡ് നമ്പർ യൂസ് ചെയ്യാം, പാസ്പോർട്ട് നമ്പറും യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ എൻ്റെ പാസ്പോർട്ടിൻ്റെ നമ്പർ വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ID സെലക്ട് ചെയ്യുക. ആ IDയുടെ നമ്പറും ഇവിടെ കൊടുക്കുക. എന്നിട്ട് ക്ലിക്ക് ടു പ്രൊസീഡ് എന്ന് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വിൻഡോയിൽ വരുന്നത് നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള ഒരു ടാബാണ്. അവിടെ നമുക്ക് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് തെറ്റുകൂടാതെ ആഡ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉള്ളത് അതുപോലെ തന്നെ ആഡ് ചെയ്തിരിക്കണം. അടുത്തായിട്ട് ചോദിക്കുന്നത് നിങ്ങളുടെ അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ അഡ്രസ്സും ഇവിടെ തെറ്റുകൂടാതെ ആഡ് ചെയ്യണം. പിന്നീട് വരുന്നതാണ് ഇവിടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെ നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും ചോദിക്കുന്നുണ്ട്. ഫർദറായിട്ട് വരുന്ന കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ മെയിൽ വഴിയോ ഫോൺ നമ്പർ വഴിയോ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങളിവിടെ കൊടുക്കുന്ന മെയിൽ IDയും ഫോൺ നമ്പറും വാലിഡ് ആയിട്ടുള്ളതായിരിക്കണം. നിങ്ങൾ ആദ്യം ഇവിടെ മെയിൽ ID ആഡ് ചെയ്യണം, പിന്നെ അത് കൺഫേം ചെയ്യണം. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ആഡ് ചെയ്യണം, കൺഫേം ചെയ്യണം. നിങ്ങൾക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് ഏതെങ്കിലും മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അതും കൂടി ഇവിടെ കൊടുക്കണം. നിങ്ങളുടെ മെയിൽ IDയും ഫോൺ നമ്പറും തെറ്റുകൂടാതെ തന്നെ ആഡ് ചെയ്യണം. അത് കൺഫേം ചെയ്യും കൂടി വേണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ നേരത്തെ ആഡ് ചെയ്തിരിക്കുന്ന അഡ്രസ്സ് തന്നെയാണ് നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സ് എങ്കിൽ ഇവിടെ സെയിം ആസ് ദ പ്രസൻറ്റ് അഡ്രസ്സ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ഓട്ടോ ഫില്ലായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് ഫില്ല് ചെയ്ത് വരുന്നതായിരിക്കും. ഒന്നും കൂടി വെരിഫൈ ചെയ്താൽ മതി കറക്റ്റ് അല്ലേ എന്നുള്ളത്. അടുത്ത ടാബിൽ വരുന്നത് പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സമയത്ത് ലോഗിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാസ്വേഡാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. അതൊരു സ്ട്രെങ്ത് ഉള്ള പാസ്വേഡ് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യണം. വൺസ് നിങ്ങളിവിടെ പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു, അതുപോലെ
സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ ആൻസറും കൂടി സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സെക്യൂരിറ്റി പിന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ രജിസ്ട്രേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും നമുക്ക് വരിക. അവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്, അതുപോലെ പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും വന്നിട്ടുണ്ട്, സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന ഡാറ്റാസൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക, അത് വെരിഫൈ ചെയ്യാം. എന്നിട്ട് വെരിഫൈ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് രജിസ്ട്രേഷൻ ഫോം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ല നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ശരിയാണെങ്കിൽ ഇവിടെ ഓരോ ചെക്ക് ബോക്സും ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അതായത് നമ്മൾ കാൻഡിഡേറ്റിൻ്റെ നെയിം വെരിഫൈ ചെയ്തു, ഫാദർ നെയിം വെരിഫൈ ചെയ്തു, മദർ നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, ഇതെല്ലാം വെരിഫൈ ചെയ്തു എന്ന് കൺഫേം ചെയ്തതിന് ശേഷം ഇവിടെ ഐ എഗ്രി എന്നുള്ള ചെക്ക് ബോക്സും കൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP എന്നുള്ള ഓപ്ഷനാണ് അടുത്തതായിട്ട് ക്ലിക്ക് ചെയ്യേണ്ടത്. നമ്മൾ സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ OTP നമ്മൾ കൊടുത്തിരിക്കുന്ന മെയിൽ ID-യിലേക്ക് വന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു മെയിലായിരിക്കും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുക. അതിൽ OTP ആയിട്ട് 4 ഡിജിറ്റ് നമ്പർ വന്നിട്ടുണ്ടാവും. ഈ 4 ഡിജിറ്റ് നമ്പർ ഇവിടെ കോപ്പി ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ കോപ്പി ചെയ്തിരിക്കുന്ന OTP നമ്മളിവിടെ പേസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് ഇവിടുത്തെ സെക്യൂരിറ്റി പിൻ ടൈപ്പ് ചെയ്തതിന് ശേഷം വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ വെരിഫൈഡ് ആണെന്നുള്ളൊരു മെസ്സേജ് വരും. അത് ഓക്കെ കൊടുക്കുക. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ID-യിലേക്ക് പുതിയൊരു മെയിൽ വരും. അവിടെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ രജിസ്ട്രേഷൻ നമ്പറും നമ്മൾ ആപ്ലിക്കേഷൻ്റെ സമയത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡും വെച്ചിട്ടാണ് ഇനി നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്. സോ നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ പേസ്റ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡും ഇവിടെ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഇവിടുത്തെ സെക്യൂരിറ്റി പിൻ ടൈപ്പ് ചെയ്തതിന് ശേഷം ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ലോഗിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അതിൽ നമ്മുടെ 3 സ്റ്റെപ്പ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് രജിസ്ട്രേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഫോമും ഫീ പേയ്മെൻറ്റ് കൂടി ബാക്കിയുണ്ട്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഡാഷ്ബോർഡ് കാണാൻ പറ്റും. അതിൽ ആപ്ലിക്കേഷൻ, മൊബൈൽ വെരിഫൈ, പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ ആദ്യം ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. അതിൽ നമുക്ക് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം, പേഴ്സണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം, അതർ ക്വാട്ട ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം, എക്സാം സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് വേണം, ടെസ്റ്റ് പേപ്പറിൻ്റെ ഡീറ്റെയിൽസ് വേണം, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഫൈനൽ സബ്മിറ്റ്. ഇത്രയാണ് നമ്മൾ ഫിനിഷ് ചെയ്യാനുള്ളത്. അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ഹിയർ ടു കംപ്ലീറ്റ് യുവർ ആപ്ലിക്കേഷൻ എന്നുള്ളത് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ആദ്യം വരുന്നത് നമ്മളുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ആണ്. നമ്മളുടെ രജിസ്ട്രേഷൻ്റെ സമയത്ത് ഓൾറെഡി നമ്മൾ പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും ഇവിടെ വന്നിട്ടുണ്ട്, പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും. ഇതിൽ എന്തെങ്കിലും എഡിറ്റ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചെയ്യാവുന്നതാണ്. അത് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സെക്യൂരിറ്റി പിന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. സെക്യൂരിറ്റി പിൻ ടൈപ്പ് ചെയ്തതിന് ശേഷം ഐ എഗ്രി എന്നുള്ള ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുക. സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അത് 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അഡീഷണൽ ആയിട്ട് ഇവിടെ ചോദിക്കുന്നത് നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്നാണ്. അതുപോലെ ആ കാറ്റഗറി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നമ്പറും കാറ്റഗറി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന അതോറിറ്റിയും ആ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡേറ്റും കൂടി ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ കാറ്റഗറി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ആഡ് ചെയ്തതിന് ശേഷം ഇവിടുത്തെ സെക്യൂരിറ്റി പിന്നും കൂടി ആഡ് ചെയ്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് അതർ ക്വാട്ട ഡീറ്റെയിൽസ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന ഏതെങ്കിലും ക്വാട്ടയിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ അതിന് യെസ് കൊടുത്തിട്ട് ബാക്കിയുള്ളതിനൊക്കെ നോ കൊടുത്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാവുന്നതാണ്. പിന്നീട് വരുന്ന വിൻഡോയിൽ നിങ്ങളുടെ എക്സാമിൻ്റെ സബ്ജക്റ്റും എക്സാം സിറ്റീസും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിൽ തന്നെ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ എക്സാംസിന് അപ്പിയർ ചെയ്യാം നിങ്ങളുടെ സബ്ജക്റ്റിനനുസരിച്ച്. അതുപോലെ നിങ്ങൾക്ക് മാക്സിമം 4 സിറ്റി വരെ എക്സാമിന് വേണ്ടി സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന അഡീഷണൽ ഇൻഫോർമേഷൻ കൂടി സബ്മിറ്റ് ചെയ്യുന്നതിന് ശേഷം സെക്യൂരിറ്റി പിന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. പിന്നീട് വരുന്നത് നിങ്ങളുടെ ടെസ്റ്റ് പേപ്പറിൻ്റെ സബ്ജക്റ്റ് വെരിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് കെമിസ്ട്രി ആണ്. അത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സെക്യൂരിറ്റി പിന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് വരുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യാനുള്ള ഒരു ടാബാണ്. അതിൽ നിങ്ങൾക്ക് 10th ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുണ്ട്, +2 ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുണ്ട്, അതുപോലെ ഡിഗ്രിയുടെ ഡീറ്റെയിൽസും ആഡ് ചെയ്യാനുണ്ട്. ഇവിടെ നിങ്ങൾ 10th ഡീറ്റെയിൽസും +2 ഡീറ്റെയിൽസും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഗ്രാജുവേഷൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ ഈ വർഷം എക്സാമിന് അപ്പിയർ ചെയ്യുന്ന 3rd ഇയർ സ്റ്റുഡൻസ് ആണെങ്കിൽ ഇവിടെ
പാസ് സ്റ്റാറ്റസിൽ അപ്പിയർ എന്ന് കൊടുക്കണം. അതുപോലെ ഇയർ ഓഫ് പാസിങ് 2025 എന്നും കൊടുക്കണം. അതുപോലെ നിങ്ങളുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കുക, യൂണിവേഴ്സിറ്റിയുടെ ഡീറ്റെയിൽസ്, അതുപോലെ കോളേജിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കുക, റോൾ നമ്പറും കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ സെക്യൂരിറ്റി പിൻ ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തായിട്ട് വരുന്നത് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു വിൻഡോ ആയിരിക്കും. അവിടെ നിങ്ങൾ ഫോട്ടോ, സിഗ്നേച്ചർ, കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഫയലിൻ്റെ മാക്സിമം സൈസും മിനിമം സൈസും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനുള്ളിലുള്ള ഫയൽ സൈസ് മാത്രമേ അവിടെ അക്സെപ്റ്റഡ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഫയൽ സൈസ് വെരിഫൈ ചെയ്തിരിക്കണം. ഇവിടെ ചോദിച്ചിരിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന് മുന്നോടിയായിട്ട് നമ്മളുടെ മൊബൈൽ ഫോൺ നമ്പറും കൂടി വെരിഫൈ ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ പ്ലീസ് വെരിഫൈ യുവർ മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ഹിയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ കൂടെ നമ്മൾ സെക്യൂരിറ്റി പിൻ ടൈപ്പ് ചെയ്തതിന് ശേഷം സെൻഡ് OTP എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. OTP ടൈപ്പ് ചെയ്തതിന് ശേഷം സെക്യൂരിറ്റി പിൻ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് വെരിഫൈ OTP എന്ന് ക്ലിക്ക് ചെയ്യുക. സോ നമ്മളുടെ മൊബൈൽ നമ്പർ വെരിഫൈഡ് എന്ന് കാണിക്കും. ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. അവിടെ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്, കോൺടാക്റ്റ് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്, ക്വാട്ട ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്, എക്സാം സിറ്റിയുടെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്, ടെസ്റ്റ് പേപ്പറിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻസിൻ്റെ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ശരിയാണോ എന്ന് ഒന്നുകൂടി വെരിഫൈ ചെയ്യുക. ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അവിടെ ബാക്ക് പോയിട്ട് എവിടെയാണോ മിസ്റ്റേക്ക് ഉള്ളത് അവിടെ പോയിട്ട് കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്ത് വന്നതിന് ശേഷം ഇവിടെ ഫൈനൽ സബ്മിഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഫൈനൽ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആപ്ലിക്കേഷൻ ഫോമിലുള്ള എല്ലാ ഡീറ്റെയിൽസും വെരിഫൈഡ് അല്ലേ എന്നുള്ള ഒരു റിവ്യൂ പേജ് വരുന്നുണ്ട്. അവിടെ എല്ലാ ചെക്ക് ബോക്സും ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫൈനൽ സബ്മിറ്റ് കൊടുക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ്റെ 2 സ്റ്റെപ്പ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഫീ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷനാണ്. അതിനിവിടെ പേ നൗ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫീ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷനിലേക്ക് വരും. ഈ വിൻഡോയിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ എത്രയാണ് ഫീ അടയ്ക്കേണ്ടതെന്നുള്ളതാണ്. നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന കാറ്റഗറിക്ക് അനുസരിച്ചാണ് ഫീ സ്ട്രക്ചർ വരുന്നത്. അത് അടയ്ക്കാൻ വേണ്ടിയിട്ട് പേ നൗ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പേ നൗ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4 പേയ്മെൻറ്റ് ഗേറ്റ് വേസ് ഇവിടെ ഓപ്പൺ ആവുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള പേയ്മെൻറ്റ് ഗേറ്റ് വേയിൽ കൂടെ പോയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീ പേ ചെയ്യാവുന്നതാണ്. അതോടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയാണ് നിങ്ങൾ CUT 2025ൻ്റെ ആപ്ലിക്കേഷൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നിങ്ങൾ CUTക്ക് വേണ്ടി കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കുക, കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ എക്സാമിന് അപ്പിയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.